ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സർപ്രൈസ് വ്ളോഗാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടെ സർപ്രൈസ് ആയിട്ട് പോവാണ്. അവളുടെ ബേബി ഷവറിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എൻ്റെ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ആരാണ് നമ്മുടെ മോം ടു ബി എന്നുള്ളത്. ജിൻസിനെ സർപ്രൈസ് ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ജിൻസിയുടെ ബ്രൈഡൽ ഷവറും വെഡിങ് വ്ളോഗൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ്. അന്ന് നമ്മൾ ബ്രൈഡൽ ഷവർ ചെയ്തതുപോലെ തന്നെ സർപ്രൈസ് ആയിട്ടാണ് ജിൻസിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 4 പേരും കൂടെയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ജിൻസിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഗേറ്റ് തുറക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്, നമ്മൾ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. ജിൻസിയുടെ ബ്രൈഡൽ ഷവറൊക്കെ നമ്മൾ ഇതുപോലെ സർപ്രൈസ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത് നമ്മൾ ബേബി ഷവറിന് വേണ്ടിയിട്ടാണ് സർപ്രൈസ് ആയിട്ട് ജിൻസിയുടെ വീട്ടിൽ വന്നിട്ടുള്ളത്. ഇത് ജിൻസിയുടെ ബ്രദറാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ജിൻസി ഇതുവരെയും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ എല്ലാവരും കൂടെ വരുന്നത്. അപ്പോൾ നമ്മളിത് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പോവാണ്. അങ്ങനെ നമ്മുടെ മോം ടു ബി ഒരു ഞെട്ടലോടെ ഇറങ്ങി വരുന്നുണ്ട്. ശരിക്കും അവരാരും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ എല്ലാവരും കൂടെ അന്നത്തെ പോലെ ഇതുപോലെ സർപ്രൈസ് ആയിട്ട് വരും എന്നുള്ളത്. ജിൻസിയുടെ അമ്മയും അച്ഛനും എല്ലാവരും ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയി പോയിട്ടുണ്ടായിരുന്നു. ജിൻസിയുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഒന്നും കൂടെ ഒന്നിച്ച് ചേരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഡെക്കറേഷനുള്ള ബലൂണും ബാക്കി ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം എടുത്ത് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ബലൂൺ എല്ലാവരും ഊതിക്കൊണ്ട് ാണ് ആദ്യം. ബേബി ഷവർ ആയതുകൊണ്ട് തന്നെ 2 കളർ തീമിലായിരുന്നു ഞങ്ങൾ ബാക്ക് ആ ഒരു ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിങ്ക് ആൻഡ് ബ്ലൂ കളറിലാണ്. പിങ്ക് ഫോർ ബേബി ഗേൾ ആൻഡ് ബ്ലൂ ഫോർ ബേബി ബോയ്. അങ്ങനെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഈ കൂട്ടത്തിൽ നല്ല ഹൈറ്റ് ഉള്ള ആള് ഞാനായതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യവും ഞാൻ തന്നെയാണ് മുകളിൽ കയറി ബാക്കി ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഈ ഒരു 2 കളർ തീമിൽ വരുന്ന ബാക്ക് ഡ്രോപ്പ് ഡെക്കറേഷൻ ഐറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം നമ്മൾ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഡെക്കറേഷൻ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. നമ്മൾ ബലൂണും അതുപോലെ ബേബി ഷവർ എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു നെയിം വെച്ചിട്ടുള്ള ആ ഒരു ബലൂൺ അതെല്ലാം നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബലൂണും വെച്ച് കൊടുത്തിട്ടുണ്ട്. ബലൂണെല്ലാം നമ്മൾ ഊതിയതിന് ശേഷം ഒരു നോർമൽ ചരട് വെച്ചിട്ട് എല്ലാം കൂട്ടി ഇങ്ങനെ കെട്ടിയതിന് ശേഷം ഇതുപോലെ ഒരു ആർച്ച് പോലെയാണ് വെക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് ആദ്യത്തെ ഒരു 3 ബലൂണിൽ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ബാക്കി വെക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബലൂൺ ആയതുകൊണ്ട് തന്നെ എവിടെയാണ് ഒട്ടിച്ചതെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. ആദ്യത്തെ ഒരു ബലൂണിൽ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ബലൂണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം നമുക്ക് ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇറ്റ്സ് എ ഗേൾ, ഇറ്റ്സ് എ ബോയ് എന്നൊക്കെ എഴുതിയിട്ടുള്ള കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാണ്. കംപ്ലീറ്റ് ആയിട്ട് ഒരു പിങ്ക് ആൻഡ് ബ്ലൂ കളർ തീമിലാണ് നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അതുപോലെ നമ്മുടെ ഡ്രസ്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ 2 പേര് ബ്ലൂവും 2 പേര് പിങ്കും ആയിരുന്നു ഡ്രസ് കോഡ്. അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനിക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ നല്ല രീതിക്ക് തന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡബിൾ കളർ തീമിലായതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാനായിട്ട്. നിങ്ങൾക്ക് ഈ ഒരു ബാക്ക് ഡ്രോപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഡെക്കറേഷൻ ഇഷ്ടമായോ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അങ്ങനെ നമ്മുടെ മോം ടു ബി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആദ്യം ജിൻസിയുടെ കുറച്ച് സിംഗിൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളെല്ലാവരും കേക്ക് കട്ട് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. ബേബി ഷവറിൻ്റെ തീമിൽ വരുന്ന കേക്ക് തന്നെയായിരുന്നു. നല്ല അടിപൊളി കേക്കാണ്. വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്കായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്.
ചെയ്തതിന് ശേഷം ഇനി നമ്മൾ അടുത്ത് ഫോട്ടോസ് എടുക്കാനുള്ള പരിപാടിയിലോട്ടാണ്. ഫോട്ടോസും അതുപോലെ കുറച്ച് റീലൊക്കെ എടുക്കണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യായിരുന്നു. നമ്മുടെ ഈ ഒരു ഡെക്കറേഷൻ ആണെങ്കിലും കേക്ക് ആണെങ്കിലും എല്ലാവർക്കും നല്ല രീതിക്ക് തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ജിൻസിയുടെ അമ്മയ്ക്കും അച്ഛനും ബ്രദറിനും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ നമ്മുടെ ഫോട്ടോ സെക്ഷൻസ് ഒക്കെ നടക്കുകയാണ്. അതിനുശേഷം നമ്മളെല്ലാവരും കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി കേക്കായിരുന്നു. എനിക്ക് കഴിച്ചപ്പോൾ വീണ്ടും കഴിക്കണം എന്ന് തോന്നിയ ഒരു കേക്കായിരുന്നു ഇത്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ജിൻസിയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജിൻസിയുടെ അമ്മ ജിൻസിക്ക് കേക്കൊക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിവിടെ ഒരു റീൽ എടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഈ ഒരു റീല് ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. ഇത് ഏത് സോങ് ആണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ അടുത്ത ജ്യൂസ് വന്നിട്ടുണ്ട്. ഇത് വാട്ടർമെലൺ ജ്യൂസാണ്. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ജിൻസിയുടെ അമ്മ നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു സിമ്പിൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ സർപ്രൈസ് ആയിട്ട് പോയതുകൊണ്ട് തന്നെ ആൻറ്റി നമുക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പോയതിന് ശേഷമാണ് പെട്ടെന്നാണ് ആൻറ്റി ഇതെല്ലാം ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ചതിന് ശേഷം കുറച്ച് സമയം സംസാരിച്ച് വാവേനെയൊക്കെ കളിപ്പിച്ചതിന് ശേഷം നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ബേബി ഷവർ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ജിൻസിയുടെ ബേബി വന്നതിന് ശേഷം നമുക്ക് അടുത്ത ഒരു വ്ലോഗ് ഇടാം. ജിൻസിക്ക് ബേബി ബോയ് ആയിരിക്കോ ബേബി ഗേൾ ആയിരിക്കോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.